ടി.ഐ. മധുസൂദനൻ തന്നെ ന്യൂസ് 8നോടൊപ്പം ചേരുന്നു. എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്? എത്രത്തോളം പ്രതീക്ഷയുണ്ട്? വലിയ മുന്നേറ്റം പയ്യന്നൂർ മണ്ഡലത്തിൽ ലഭിക്കുമെന്ന ശുഭാപ്തി വിശ്വാസം നൽകുന്ന അനുഭവങ്ങളാണ് ജനങ്ങളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഈ മണ്ഡലത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം പോയിട്ടുണ്ട്. അതിനു മുൻപും തുടർച്ചയായി നിലവിലുള്ള MLA എന്ന നിലയ്ക്ക് ഞാൻ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് പയ്യന്നൂരിൻ്റെ ഈ മണ്ഡലത്തിൻ്റെ മലയോരം മുതൽ തീരദേശം വരെയുള്ള മേഖല. വളരെ വളരെ പ്രതീക്ഷാനിർഭരമായ ജനകീയ പിന്തുണയും ആവേശവുമാണ് എങ്ങും കാണാൻ സാധിക്കുന്നത്. ഈ കണ്ണൂരും പയ്യന്നൂരും പ്രത്യേകിച്ച് അത് പയ്യന്നൂർ പ്രത്യേകിച്ച് വി കുഞ്ഞകൃഷ്ണൻ ഒരുപാട് ആരോപണം വെച്ച് അത് ഏതെങ്കിലും തരത്തിൽ നമ്മളെ ബാധിക്കുന്നുണ്ടോ? അത് ആരോപണം ആർക്കും ഉന്നയിക്കാമല്ലോ, അതൊന്നും ജനങ്ങളെ ബാധിക്കുന്നൊരു കാര്യമല്ല. ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങളാരെങ്കിലും ഇങ്ങനെ പൊട്ടിയിറങ്ങി എപ്പോഴെങ്കിലും വന്നവരല്ലല്ലോ. ഈ കാലം മുഴുവനും ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ എന്ത് പറഞ്ഞാലും ജനങ്ങൾക്കറിയാം എന്താണ് യഥാർത്ഥ സ്ഥിതി എന്നുള്ളത്. ഏതെങ്കിലും നിലക്ക് എന്തെങ്കിലും സ്പർദ്ധയോ വിരോധമോ ഉണ്ടെങ്കിൽ എന്തും പറഞ്ഞ് ആളുകളെ താറടിച്ച് കാണിച്ചാൽ ജനങ്ങളത് വിശ്വസിക്കുന്ന ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അത്രയും സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ എന്നുള്ളതേ ഞങ്ങൾ പറയുന്നുള്ളൂ. ഇത് ഞങ്ങളെയോ ജനങ്ങളാകെയോ ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല. CPM ഭയപ്പെടുത്തുന്നതാണ് അദ്ദേഹം പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പോലെ ആക്രമിക്കുന്ന രീതിയിലേക്ക് അത്തരം സംഭവങ്ങൾ നടന്നിട്ടുണ്ടോ? വ്യാജ പ്രചരണമാണോ? ഒരു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസും പയ്യന്നൂരിൽ ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതെവിടെയാണെന്ന് തന്നെ അറിയില്ല. അങ്ങനെ പോയിട്ട് ഭീഷണിപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല. ഇവർക്കിപ്പോൾ സ്വതന്ത്രമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ. എന്തെല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞങ്ങളാരെങ്കിലും അവരുടെ നേരെ നിന്നിട്ടുണ്ടോ, വന്നിട്ടുണ്ടോ? എന്താ പറയാൻ കഴിയാത്ത പ്രസ്ഥാനമൊന്നുമല്ലല്ലോ CPIM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ. ഞങ്ങൾക്കതിനൊന്നും താല്പര്യമില്ല. കാരണം ഇതൊന്നും ജനങ്ങളുടെ മുമ്പിൽ വിലപ്പോകുന്നൊരു കാര്യമല്ല. ഇന്നലെ വരെ ഒന്ന് പറയുന്നു, ഇന്ന് വേറൊന്ന് പറയുന്നു, നാളെ മറ്റൊന്ന് പറയുന്നുള്ളതിൽ വളരെ വ്യക്തമല്ലേ ഇങ്ങനെയൊക്കെയുള്ള ആളുകളുടെ സ്വഭാവം വെച്ചിട്ട് അവരെന്തും ഏത് നിലപാട് സ്വീകരിക്കുന്നതിൽ സംശയമില്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു സംഭവവും പയ്യന്നൂർ നടന്നിട്ടില്ല. ഞങ്ങൾക്കതിൽ താല്പര്യമില്ല. ആരെങ്കിലും ഓഫീസ് കിട്ടുന്നുണ്ടെങ്കിലോ അതിന് ആ നിലക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലോ ഞങ്ങൾക്ക് താല്പര്യമുള്ള വിഷയമേ അല്ലത്. കാരണം ഞങ്ങൾ എന്തിനാ അതിൽ വറീഡാവുന്നത്? ഞങ്ങൾക്ക് എന്ത് കാര്യം? അവരൊരു ഓഫീസ് തുടങ്ങിയാൽ ഞങ്ങളെങ്ങനെ അത് ബാധിക്കുക? പിന്നെ എന്തിനാണ് ഞങ്ങൾ എതിർക്കാൻ വേണ്ടി പോകുന്നത്? ഞങ്ങൾ അറിയ പോലുമില്ല ആ സംഭവം. പക്ഷേ ഞങ്ങളുടെയൊക്കെ പേരിൽ ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ സമാധാനം കിട്ടിക്കോട്ടെ എന്ന്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നടപ്പിലാക്കിയ 10 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ അത് ഉയർത്തിക്കാട്ടി, അതോടൊപ്പം അങ്ങ് മണ്ഡലത്തിൽ വികസനങ്ങൾ അത് ഉയർത്തിക്കാട്ടിയല്ലേ പ്രചരണം? എങ്ങനെയാണ്? തീർച്ചയായിട്ടും കഴിഞ്ഞ 10 വർഷം അഭിമാനകരമായിട്ടുള്ള മുന്നേറ്റം കേരളം നേടിയിട്ടുണ്ട്. കേരളം ലോകത്തിന് മാതൃകയാണ്. ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തിനും പ്രാപിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ കേരളം ആർജിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിൻ്റെ ഈ ഗവൺമെൻറ് ലോകതലത്തിലൊരു ബദൽ സംവിധാനമാണ്. അതിനെ ഇല്ലാതാക്കുക എന്നുള്ളത് ലോകത്തിലെ വലതുപക്ഷ കോർപ്പറേറ്റ് ശക്തികൾക്കും ഈ രാജ്യത്തെ അത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നവരുടെയും ഏറ്റവും വലിയ ലക്ഷ്യം ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ, ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്തുക എന്നുള്ളതാണ്. പക്ഷേ ജനങ്ങൾ അവരുടെ ഹൃദയത്തിലാണ് ഇടതുപക്ഷത്തെ സൂക്ഷിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 10 വർഷം പയ്യന്നൂർ മണ്ഡലത്തെ സംബന്ധിച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി അതിലിടപെട്ട് അതിന് പരിഹാരം കണ്ടു പോവുകയാണ് ഞങ്ങൾ. ഇനിയും കുറേയേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നിരവധി കാര്യങ്ങൾ ഈ മണ്ഡലത്തിൽ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു. എവിടുന്നെങ്കിലും വികസന കാര്യത്തിൽ ഒരു അപ്രിയമായിട്ടുള്ള പരാമർശം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ആർക്കും കാണാൻ സാധിക്കുന്ന അനുഭവം. മാധ്യമപ്രവർത്തകർക്കും നിങ്ങൾക്കത് കാണാൻ സാധിക്കും. നല്ല പ്രതീക്ഷ നൽകുന്ന, ആത്മവിശ്വാസം നൽകുന്ന, ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന നിലപാടാണ് ജനങ്ങൾ ഈ മണ്ഡലത്തിൽ സ്വീകരിക്കുന്നത്. എല്ലാ വിജയാശംസകളും. എന്തായാലും ജനങ്ങൾക്കെല്ലാം അറിയാം എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും മധുസൂദനൻ വ്യക്തമാക്കുന്നു. സുമേഷ് മൊറാരയ്ക്കൊപ്പം KV ബൈജു, ന്യൂസ് 18 കണ്ണൂർ.